ഗസ സിറ്റിയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ 49 പേർ കൂടി കൊല്ലപ്പെട്ടു. തെക്കൻ ഗസയിലെ റഫയിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ 4 സൈനികർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിൽ വിവിധ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, വീണ്ടും കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് ഗസ സിറ്റിയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന സാഹചര്യമാണ്. അതേസമയം തന്നെയാണ് ഹമാസിന്റെ പ്രത്യാക്രമണം നടന്നിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ? ഇതിന് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഗസ സിറ്റിക്ക് മേൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു ഭാഗത്തുകൂടെ കരയാക്രമണം മുന്നോട്ട് പോകുന്നു, വ്യോമാക്രമണവും ശല്യാക്രമണവും വളരെ വ്യാപകമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതിനകം തന്നെ ഗസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. ആ പലായനം ചെയ്തവർക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു ഇടമോ ഒരു സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രമോ നിർണ്ണയിച്ചു കൊടുക്കാൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇനിയും ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതേ നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. കാരണം അവർക്ക് പോകാൻ ഒരു ഇടമില്ല. അവിടേക്കാണ് അതിശക്തമായിട്ടുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നിരവധി പേർ ഇന്ന് വെളുപ്പിന് നടന്ന ആക്രമണത്തിലും കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പട്ടിണി കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നതായ റിപ്പോർട്ടുകൾ കൂടിയാണ് മറ്റൊന്ന് പുറത്തു വരുന്നത്. ഇന്നലെ 4 പേർ കൂടിയാണ് പട്ടിണി മൂലം മരണപ്പെട്ടത്. ഇതോടുകൂടി 440ലേക്ക് പട്ടിണി മരണസംഖ്യ മാറിയിരിക്കുകയാണ്. വെള്ളവും ഭക്ഷണവും അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായിട്ടും ഈ വടക്കൻ ഗസ ഭാഗത്തേക്ക് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണവും ഹമാസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഇന്നലെ 4 സൈനികരാണ് കൊല്ലപ്പെട്ടത്. 3 സൈനികർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലെത്തിയ ട്രക്ക് ഡ്രൈവർ നടത്തിയ വെടിവെപ്പിൽ 2 ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടു. അങ്ങനെ 6 സൈനികരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്. ഇനിയും അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടവും തങ്ങൾ തുടരും. ഇസ്രായേൽ കരുതുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഗസ സിറ്റി പിടിച്ചെടുക്കാൻ എന്ന് ഹമാസ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ധന്യ